എന്താണ് GCAN അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഓസ്ട്രേലിയയിൽ ഉള്ളതെന്ന് നോക്കാം. GCAN കോഴ്സോ അല്ലെങ്കിൽ GDN GCN കോഴ്സോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് PR-ന് പോയിന്റ്സ് കിട്ടുമെന്ന്. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഓസ്ട്രേലിയയിൽ ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് GCAN അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്? സാധാരണയായി നമ്മുടെ നാട്ടിലോ വേറെ കൺട്രീസിലോ ഡിപ്ലോമ ഓഫ് നഴ്സിംഗ് ഓർ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് അവരുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കോഴ്സാണ് GCAN എന്ന് പറയുന്നത്. ഇതൊരു ഓൺലൈൻ കോഴ്സാണ്. ഇതിൽ പല സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി കിട്ടും. സോ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും GCAN കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GCAN കോഴ്സ് വന്നിട്ട് കുറച്ച് നാളുകളായില്ലെങ്കിലും അതിന് മുമ്പായി GDN GCN തുടങ്ങിയ കോഴ്സസ് അവൈലബിൾ ആയിരുന്നു. GDN എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആൻഡ് GCN എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ്. ഈ 3 കോഴ്സസും നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ 8 ആയിട്ട് വരുന്ന കോഴ്സാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെസ്മ ഇൻ്റർനാഷണൽ GCAN കോഴ്സിൻ്റെ അഡ്മിഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മളെടുത്ത് ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയ UK, അയർലൻഡ്, കാനഡ, US. അതല്ലാതെ വരുന്ന 2 കൺട്രീസാണ് സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ. ഈ 6 കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് അവർ GCAN എന്ന് പറയുന്ന കോഴ്സ് ഓൺലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ലാതെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ ഈ നേരത്തെ പറഞ്ഞ 6 കൺട്രി അല്ലാതെ സ്ഥലങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന GNM പ്ലസ് GCAN കോഴ്സ് ഓർ GCN GDN വാട്ട് ഇറ്റ് ഈസ് അത് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ അവർക്ക് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ കാറ്റഗറി ആയ GNM പ്ലസ് GCAN ക്വാളിഫിക്കേഷനുള്ള 6 കൺട്രീസ് ആയ UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ ഈ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് പാത്വേ ആണ്. 2025 ജാനുവരിയിൽ NMBA നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ പുതിയൊരു പാത്വേ ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൺട്രീസിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ എക്സാംസ് ഒന്നും തന്നെ ഇല്ലാതെ NCLEXോ OSCEയോ ഒന്നും തന്നെ ഇല്ലാതെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത് 1800 അവേഴ്സ് 2017 തൊട്ട് മിനിമം ആ ഒരു അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ അവർ എക്സാംസ് ഇല്ലാതെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. പക്ഷേ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് GNM പ്ലസ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ എലിജിബിൾ ആയിരിക്കും. അതല്ല BSc ഓർ എബവ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും ഈ ഒരു പാത്വേ ഓപ്ഷന് എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ GCANോ GCNോ GDNോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ RNs ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ റൂൾ പ്രകാരം എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടി വരികയുമില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലോ GCC കൺട്രിയിലോ അതല്ലാതെ ഈ പറഞ്ഞ കാറ്റഗറി അല്ലാണ്ട് വരുന്ന നഴ്സസ് അവർ GNM ക്വാളിഫിക്കേഷൻ എടുത്ത് പിന്നെ GCANും കൂടെ അല്ലെങ്കിൽ GCN ഓർ GDN കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഓപ്ഷനാണ് അവർക്കുള്ളതെന്ന് നോക്കാം. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലെ ആളുകൾ ചെയ്യുമ്പോൾ അവർ OBA പാത്വേ കംപ്ലീറ്റ് ചെയ്യണം. OBA എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. ഇതിന് 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ NCLEX എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ഓതറൈസ്ഡ് ടെസ്റ്റ് സെൻറ്റേഴ്സിൽ നിന്ന് ഈ എക്സാം പാസ്സായതിനു ശേഷമാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. NCLEX ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഏകദേശം 120 to 180 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. ഒരു പ്രോപ്പർ കോച്ചിങ്ങും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NCLEX. വൺസ് NCLEX ക്ലിയർ ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ടായ OSCE ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇതൊരു പ്രാക്ടിക്കൽ എക്സാം ആണ്. ഓസ്ട്രേലിയയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. 2 സെൻറ്റേഴ്സാണ് വരുന്നത്, മെൽബൺ ആൻഡ് അഡലൈഡ്. ഈ 2 സെൻറ്ററിൽ എവിടെയാണോ നിങ്ങൾക്ക്
ഡേറ്റ് അവൈലബിലിറ്റി കിട്ടുന്നത്. അതനുസരിച്ചിട്ട് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തിട്ടാണ് ഓസ്ട്രേലിയയിൽ പോകുന്നത്. രണ്ടാമത്തെ എക്സാമായ പ്രാക്ടിക്കൽ ഓസ്കി പാസ്സായതിനു ശേഷം ഫൈനൽ പേപ്പർ വർക്ക് വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നത്. ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റിൽ റീസെൻറ്റ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. NMBA അതിനും കുറേ ചേഞ്ചസ് 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. സോ ഫൈനൽ പേപ്പർ വർക്കിൻ്റെ സമയത്ത് നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റും ബാക്കി NCLEX പാസ്സായ റിസൾട്ട്, ഓസ്കി റിസൾട്ട്, അതല്ലാതെയുള്ള പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നഴ്സിംഗ് രജിസ്ട്രേഷൻ കയ്യിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ആപ്ര രജിസ്ട്രേഷൻ കയ്യിൽ കിട്ടുന്നതാണ്. പിന്നെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോബ് അല്ലെങ്കിൽ വർക്ക് വിസയിൽ പോകാൻ പറ്റും, അതല്ലാതെ PR അപ്ലൈ ചെയ്ത് PRലും പോകാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു GCAN കോഴ്സോ അല്ലെങ്കിൽ GDN GCN കോഴ്സോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് PRന് പോയിൻറ്റ്സ് കിട്ടുമെന്നുള്ളത്. അവർക്ക് PRന് പോയിൻറ്റ്സ് ഈ ഒരു കോഴ്സ് ചെയ്തു എന്ന് കരുതി കിട്ടില്ല. കാരണം ഇതൊരു ഓൺലൈൻ കോഴ്സാണ്, വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. സോ നിങ്ങൾക്കത് ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ PRൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പോയിൻറ്റ്സ് കൂടാനായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെസ്മ ഇൻ്റർനാഷണൽ GCANൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നില്ല. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന നഴ്സസ് ആണെങ്കിൽ അവരുടെ ബാക്കിയുള്ള പ്രോസസ്സും രജിസ്ട്രേഷൻ, പിന്നെ ഇൻ്റർവ്യൂ, അസിസ്റ്റൻസ്, PR അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർഷങ്ങളായി വെയിറ്റ് ചെയ്തിരിക്കുന്ന നഴ്സസ് ആണെങ്കിൽ ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കുക. ജോബ് വേക്കൻസിയിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഈ ഒരു ടൈമിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. സോ എല്ലാവരും രജിസ്ട്രേഷൻ പ്രോസസ്സ് മാക്സിമം നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. PR അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നിങ്ങൾ PR അപ്ലൈ ചെയ്യുക. ഇപ്പം നമുക്ക് തന്നെ എൻക്വയറീസ് വരികയാണെങ്കിൽ 44 ഒക്കെ ആയിട്ട് ഓൾറെഡി GCNോ GDNോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നഴ്സസ് ആയിരിക്കും. പക്ഷേ കുറേ നാളായിട്ട് പ്രോസസ്സ് ഒന്നും ചെയ്യാതെ അവർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നഴ്സസൊക്കെ PRന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി കിട്ടില്ലല്ലോ. 45 കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഏജ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ജോബിന് വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഓസ്ട്രേലിയൻ PRന് ഏജ് ലിമിറ്റ് ഉണ്ട്, 45 ആണ്. അപ്പോൾ എല്ലാവരും പ്രോസസ്സ് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ജോബ് ഓപ്ഷൻസ് വരുന്നതനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്യാനും നോക്കുക. സോ GCAN കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ GDN GCN കംപ്ലീറ്റ് ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഇൻഫർമേഷനൊന്നും കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണ്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയാണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഡീൽ ചെയ്യുന്നത്. ഫുൾ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പുറത്തുനിന്നുള്ള PR ആപ്ലിക്കേഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഡെസ്മ ത്രൂ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫുൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്